ഞാനിവിടെ ചെയ്യുന്നത് ചേന ഫ്രൈ ആണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് ടേസ്റ്റിയാണ്. ഇന്നെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനൊരു 250 ഗ്രാം ചേന തൊലിയൊക്കെ കളഞ്ഞ് അത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ തിൻ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിന്നായി പോകണ്ട, അപ്പോൾ നമ്മൾ മസാലയൊക്കെ കൂടി കുഴയ്ക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ചേർക്കാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ അരിപ്പൊടി. നല്ലൊരു ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ്, പുറം ഭാഗം ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചേർക്കുന്നത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് വേപ്പില അധികം ഉണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം, നന്നായി ഒന്ന് പുരട്ടിയെടുക്കുക. അതിലേക്ക് ചെറിയൊരു കഷ്ണം ലെമണും കൂടി ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലെമണും കൂടി ചേർത്ത് നന്നായി തേച്ചിട്ടൊരു 1/2 hour വയ്ക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പടം 2ആയി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ നീളത്തിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എണ്ണ നന്നായി ചൂടായി ഉണ്ടായിലേക്ക് ആദ്യം നമുക്ക് പപ്പടം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ചേന ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയുടെ കളർ വേഗം മാറും, അതുകൊണ്ടാണ് പപ്പടം ഫ്രൈ ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെയോടൊപ്പം പപ്പടം കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ പപ്പടം ഫ്രൈ ചെയ്ത് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചേന ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ചേന എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒടിഞ്ഞൊടിഞ്ഞ് പോവാണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട, ചെറിയൊരു തിന്നില്ല, എന്നാലേ നമുക്ക് ഈ എണ്ണയിൽ കിടന്ന് ചേന വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ മസാല മൊരിയുന്നതിനോടൊപ്പം തന്നെ ചേന വെന്ത് കിട്ടാൻ വേണം. നമ്മൾ വേറെ പ്രത്യേകിച്ച് വേവിക്കണമൊന്നുമില്ല ഇത്. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ടാണ് നമുക്കിത് വേവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ചേന ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.